നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഉടമ്പടി ധ്യാനത്തിൽ പരിശോധിക്കുന്നത് ഉടമ്പടി ഉറപ്പിക്കുന്ന വിധങ്ങളെക്കുറിച്ചാണ്. ഉടമ്പടി എവിടെയാണ് നമ്മൾ പല ആൾക്കാർക്കും ഒന്ന് പുതുക്കിയിട്ടും ഒരു ഉടമ്പടി ഉറച്ച ഒരു ലക്ഷണമില്ല. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക് ഉടമ്പടി ഉറക്കണില്ല. അതെന്തുകൊണ്ടാണ് ഉടമ്പടി ഉറക്കാത്തത്? ഉടമ്പടി ഉറപ്പിക്കലെന്ന് ഇപ്പം നമ്മൾ ഈ കല്യാണം ഉറപ്പിക്കലില്ലേ, ഉടമ്പടി ഒരു കല്യാണമാണല്ലോ അല്ലേ. ദൈവമായിട്ട് നമ്മളൊരു ഭയങ്കര അമീക്കബിളായിട്ടുള്ള പേഴ്സണൽ റിലേഷനിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റ് ആയതുകൊണ്ട് ഉഭയകക്ഷിയാണ്, രണ്ട് കക്ഷികളുണ്ട്, ഒന്ന് നമ്മളും ഒന്ന് ദൈവമാണ്. ഇപ്പോൾ കല്യാണം ഉറപ്പിക്കണ പോലെ തന്നെയാണ് ഉടമ്പടി ഉറപ്പിക്കലുണ്ട്. ആ ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്നാണ്. കർത്താവ് നമ്മൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-24 വാക്യം, മത്തായിയുടെ സുവിശേഷം 7-ാം 24 വാക്യം. ശ്രുതികട ഹല്ലേലൂയ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും പറഞ്ഞ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പൊ രണ്ട് കാര്യമാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് ഈശോ കൊടുത്തിരിക്കുന്ന രണ്ട് ഫീച്ചേഴ്സാണ്. എന്താ ഒരു കാര്യം എന്താണ്? അയാൾ ഉടമ്പടി എടുക്കുന്ന വിവേകമാണെന്ന്. ഒരു മനുഷ്യന് വിവേകമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഒന്നിന് വായിച്ച് 7:24 മത്തായി ശ്ലീഹ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പോഴ് അവൻ പറയണ പോലെ ചെയ്യുന്നതാണല്ലോ ഉടമ്പടി അല്ലേ. യോഹന്നാൻ 2:5 നിന്നാണ് ഉടമ്പടി ബേസ്മെന്റ്. അവൻ പറയുന്നത് പോലെ ചെയ്യുന്നത് എന്താണെന്നാണ് ഈശോ പറയണത്. ആ യോഹന്നാൻ 2:5 = മത്തായി 7:24 എന്നാണ് പറയണത്. എന്താണ്? എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ പാറയെന്ന് പറഞ്ഞാൽ എന്താണ്? 18:2 സങ്കീർത്തനം 18:2 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 18-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. സങ്കീർത്തനം 18:2. അതെ, അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്ന് പറഞ്ഞ് അങ്ങാണ് എൻ്റെ രക്ഷയുടെ പാറയും കോട്ടയും ശിലയും. പാറാണ് പാറ, ദൈവമാണ് പാറ. ദൈവമാകുന്ന പാറമേൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിത ഭവനം പണിയാൻ പറ്റണത്? അത് സങ്കീർത്തനം 18:2 ദൈവമാണ് പാറ അല്ലേ. ഈ പാറമേൽ ഭവനം പണിയണതാണ് നമ്മളുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. എന്താണ്? യോഹന്നാൻ 2:5 അനുസരിച്ച് അവൻ പറയണ പോലെ ചെയ്യണത്. അത് എന്തിന് സമമാണ്? അത് മത്തായി 7:24 സമമാണ്. എന്താണത്? എൻ്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ദൈവത്തിന്റെ അടിസ്ഥാനത്തിലെ ജീവിത ഭവനം പണി ചെയ്യുന്ന വിവേകിയായ മനുഷ്യന് തുല്യനാണ്. ഇതിനകത്ത് ഒരു കാര്യത്തിൽ നമ്മൾ വളരെ നിശ്ചയമുള്ളവരായിരിക്കണം. വിഷയമല്ല വിഷയം, വചനമാണ് വിഷയം. പറഞ്ഞു മനസ്സിലായ? ഉടമ്പടിയിലെ വിഷയമല്ല വിഷയം, പിന്നെന്താണ്? വചനമാണ് വിഷയം. വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 8 നടപടി അല്ലേ, അല്ലെങ്കിൽ കല്യാണം ഒത്തുവരണില്ല, PR കിട്ടണില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല, അതാണ് വിഷയം. ഇപ്പം അച്ഛനെന്താ പറഞ്ഞത്? വിഷയമല്ല വിഷയം, വചനമാണ് വിഷയമെന്ന്. എന്താ വിഷയം?
ഈ വിഷയം ഒരു വിഷയമല്ല. എന്താണ് വിഷയം? ഉടമ്പടി പ്രകാരം വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവാണ് മറ്റ് സെറ്റ് ചെയ്യണത്. അത് മെറിറ്റിലല്ല, നോട്ട് ബൈ മെറിറ്റിലാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പല വിഷയങ്ങളും സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്താണ് സത്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആരോട് ചോദിക്കുന്നുണ്ട്? പീലാത്തോസ് ഈശോനോട് ചോദിക്കും. ഈശോ തൽക്കാലം അയാളോടത് പറയുന്നില്ല. എന്താ കാര്യം? അയാളോട് സത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമില്ല. അതുകൊണ്ടാണ് ഈശോ മൗനം പാലിച്ചത്. ഈശോ പീലാത്തോസ് ഈശോയോട് ചോദിക്കണില്ലേ, വാട്ട് ഈസ് ട്രൂത്ത്? ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന ആളാണെന്ന് ഈശോ പറയുമ്പോൾ പീലാത്തോസ് ഈശോയോട് എന്ത് പറയും? ചോദിക്കും, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഈശോ അവിടെ മിണ്ടണില്ല. പരിശുദ്ധാത്മാവ് ഈ ഭാഗം എഴുതുമ്പോൾ യോഹന്നാനെ വ്യാഖ്യാനിച്ചു കൊടുക്കും, യുവർ വേർഡ് ഈസ് ദ ട്രൂത്ത്. അങ്ങയുടെ വചനമാണല്ലോ സത്യം. അപ്പോൾ വചനമാണ് സത്യം. ആ സത്യം ആരോടാ പറയണത്? ആ വചനം പാലിക്കാൻ സന്മനസ്സും തുറവിയും ഉള്ളവരോടാണ് പറയണത്. എല്ലാവരോടും പറയത്തില്ല. അതുകൊണ്ടാണ് പറയണത്, പുറത്തുള്ളവർക്ക് അത് ഉപമകളിലൂടെ പറയുന്നുവെന്ന്. തനിച്ചാകുമ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ. മർക്കോസ് 4:11. മർക്കോസ് 4:11. അവൻ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. വചനം സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും. ഇപ്പൊ പുറത്തുള്ള പീലാത്തോസ് എവിടെയുള്ള ആളായി? പുറത്തുള്ള ആളായി. അതുകൊണ്ടാണ് അയാളോട് മിണ്ടാതിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വചനം ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ ദൈവം നിങ്ങളോട് മിണ്ടത്തില്ല. ആ വിഷയം വിട്ടുപിടിക്കാൻ പറയും. ഇപ്പോൾ എന്താ വന്നത്? മകളെ കെട്ടിച്ചില്ല, കെട്ടിച്ച് വണ്ടി വിട്ടേക്കാൻ പറയും. കെട്ടിച്ചെന്നേക്കാൻ വണ്ടി വിട്ടേക്കാൻ പറയും. ദൈവിക കാര്യങ്ങൾ സംസാരിക്കത്തില്ല. ആ മിണ്ടിയില്ലെന്നല്ലേ? കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ അകത്തൊരു ഭാഗമാണ് മിണ്ടാത്തത്. ഇപ്പം അതായത് വചനം സ്വീകരിക്കാൻ തയ്യാറുള്ളവരോട് അവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. വചനമൊന്നും വേണ്ട, എനിക്ക് മകളെ കെട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മകളെയും കെട്ടിച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്താൽ ഫയൽ ക്ലോസ് ചെയ്ത് കളയും. എന്താ കാര്യം? അപ്പോൾ നമ്മൾ ആരാകും? പുറത്തുള്ളവരാകും. വചനത്തിൻ്റെ മുമ്പിൽ എപ്പോഴും പുറത്തും അകത്തും ഉള്ളവരുണ്ടാകും. പുറത്തുള്ളവരോട് വചനത്തിൻ്റെ പൊരുളിനെ കുറിച്ച് മിണ്ടത്തില്ല. കാര്യം എന്താണ്? അവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും മനസ്സിലാക്കാതിരിക്കാനും. ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 13:13. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ കേൾക്കാൻ ചെവിയുള്ളവരുണ്ട്, ചെവി ഇല്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഈ സംഭവം ഈ മൈക്ക് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യത്തില്ല ചില ആൾക്കാർക്ക്. വചനപ്പൊട്ടന്മാരെന്ന് പറയും. വചനം സ്വീകരിക്കുന്നതിൽ പൊട്ടുള്ളവർ വചനപ്പൊട്ടന്മാർ. ഇയാളൊരു വചനപ്പൊട്ടനാണ്. ആരാണ്? പീലാത്തോസ്. അതുകൊണ്ടാണ് മിണ്ടിയില്ല. ഈശോ ഈ വിഷയം എപ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കർത്താവുമായിട്ട് വരുമ്പോൾ കാഷ് ആൻഡ് കൈൻഡ് മാത്രം നമ്മൾ എന്നും അത് തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ളവരാകും. പുറത്തുള്ളവർ പറയും, ഈശോ പറയും, മക്കൾക്ക് മിണ്ടാത്തത് എന്താണ് നീ എന്ന് കർത്താവിനോടിരിക്കുക അപ്പോസ്തലന്മാർ ചോദിച്ചു. വൈ ആർ യു നോട്ട് ടോക്കിങ്? അപ്പോസ്തലന്മാർ ചോദിച്ചു. അവളെ പറഞ്ഞു വിടാൻ കാനംകാരിയില്ലേ? കാനംകാരിയിലെ ഒരു സെക്ഷൻ. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. 15:23. മത്തായി 15:23 എഴുതേ. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. മത്തായി 15:23 കണ്ടില്ലേ? എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. എന്താ കാര്യം? സിറ്റുവേഷൻ എന്താ? കാനംകാരി അല്ലെങ്കിൽ സീറോ ഫിനീഷ്യസ് എന്ന് മർക്കോസ് പറയുന്ന ഈ കക്ഷി, അവരെ വചനത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള ആളല്ല. അവൾക്ക് വചനം കേൾക്കേണ്ട ആവശ്യമില്ല. അവളുടെ മകൾക്ക് പിശാച് ബാധയാണ്, അതൊന്ന് ഒഴിപ്പിച്ച് കിട്ടിയാൽ മതി.
കാര്യം ഒന്ന് കണ്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം കാണാൻ വേണ്ടി വേണം കരഞ്ഞ് കാല് പിടിച്ച് പുറകെ നടക്കുകയും കാനംകാരിയുടെ അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഇവൾ വന്ന് യേശുവിനോട് പറയും, കാര്യം കാണാൻ വേണ്ടി കരഞ്ഞ് പിടിച്ച് നടക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ കുറേ ഐറ്റം ആൾക്കാരുണ്ട്. അവരായി സീറോ ഫിനിഷ സ്ത്രീയെക്കുറിച്ച് പോലും അതുപോലെ തന്നെ കാനംകാരിയെപ്പോലെയാണ് ഈശോ ബ്രാൻഡ് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ അവൻ മിണ്ടിയില്ലെന്ന് പറയും, അവൻ സംസാരിച്ചില്ല. എന്താ കാര്യം? പിലാത്തോസിനോട് അവൻ മിണ്ടിയില്ല, കാനംകാരിയോട് അവൻ മിണ്ടിയില്ല. കാര്യം എന്താണ്? അത് പുറത്തുള്ളതാണെന്ന്, കേട്ടിട്ട് കാര്യമില്ലെന്ന്, കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. അവർ മാനസാന്തത്തിലേക്കും രക്ഷാനുഭവത്തിലേക്കും വരുന്നില്ല. എന്നും വയറ്റിപ്പഴപ്പ് മാത്രമേ അവരുടെ പ്രശ്നമുള്ളൂ. എന്തെങ്കിലും വയറ്റിപ്പഴപ്പ് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന് വേണ്ട, യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി. അങ്ങനെ ഒരു ഐറ്റം ആൾക്കാരുണ്ട്. ക്രിസ്തുവിനെ വേണ്ട, നിത്യരക്ഷ വേണ്ട, ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി. അതാണ് കാനംകാരി എന്ന് പറയുന്നത്. അവരോട് വചനത്തിൻ്റെ പൊരുൾ പറയത്തില്ല. കിട്ടിയ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കൊള്ളാൻ പറയും. കിട്ടിയ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകും, നമ്മളുള്ള ബിസിനസ് അവസാനിക്കണമെന്ന് പറയും. അപ്പോൾ അപ്പോസ്തലന്മാർ ഈശോ മിണ്ടാതെ നടക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ അടുത്ത് ഇവിടെ ചെല്ലും. ഇവിടെ ചെന്നിട്ട് പറയും, ഗുരു മിണ്ടണില്ല, എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കാറായി, എന്നിട്ട് ഒരു അടയാളമില്ല, ഗുരു മിണ്ടണില്ല. അതാണ് സംഭവം. മിണ്ടാത്ത സിറ്റുവേഷൻ ഉണ്ടേ. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളിപ്പോൾ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ എന്താ കാര്യം? എന്ന് ചിലപ്പോൾ അച്ഛനെ കണ്ടാലും നടക്കത്തില്ല. എന്താ കാര്യം? ഗുരു മിണ്ടണില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? ഗുരുവിനറിയാം ഈ കാര്യം കണ്ടാൽ പിന്നെ ഇവളെ രാവിലെ പോലും എഴുന്നേക്കത്തില്ലെന്നറിയാം. അതാണ് പ്രശ്നം. ഗുരുവിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ഇവൾ ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ഇല്ല, രാവിലെ പോലും എഴുന്നേക്കത്തുമില്ല, ഈ കണ്ട യാതൊരു പരിപാടികളും ഇല്ലെന്നറിയാം. ദൈവത്തെ നിങ്ങൾ അറിയാവുന്ന കൊണ്ട് മിണ്ടാതിരിക്കാം. അപ്പോൾ എന്ത് പറ്റണം? നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തൊരു വിഷയമായതുകൊണ്ടാണ് ദൈവം മിണ്ടാത്തത്. അതിന് അവളെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് എന്താ സ്റ്റെപ്പ് എടുത്തിരിക്കണത്? അപ്പോസ്തലന്മാരെ കൂട്ടുപിടിച്ചു. നമ്മളിപ്പോൾ അത് തന്നെയാണ് ചെയ്തിരിക്കണത്. മാതാവിൻ്റെ അടുത്ത് അപേക്ഷ വെക്കുന്നു, എന്നിട്ടും ഉടമ്പടി ഒന്ന് പുതുക്കിയിട്ട് അതിന് മൂവ്മെൻ്റ് ഇല്ല. എന്നാൽ പിന്നെ അച്ഛനെ കണ്ടേക്കാമെന്ന് വിചാരിക്കുന്നു. അച്ഛനെ കണ്ടു. ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സംസാരിക്കത്തില്ല. മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം പറയും, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിഷയം സബ്ജക്റ്റ് വൈസ് മാതാവിൻ്റെ ദൃശ്യം ഏൽപ്പിച്ചിട്ട് ആ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്കും കൊടുത്തിട്ട് ജപ്തി നടപടിയുടെ ആധാരം നിങ്ങളുടെ തരും, അല്ലെങ്കിൽ മരുന്ന് ചീട്ട് നിങ്ങളുടെ തരും, അല്ലെങ്കിൽ ആളില്ലെങ്കിൽ ആളിൻ്റെ ഫോട്ടോ പ്രാർത്ഥന നിങ്ങളുടെ തരും. എന്താ കാര്യം? ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ചെയ്യാനുള്ളത് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഈ അഭ്യാസം കൊണ്ട് സംഭവം നടക്കത്തില്ല. മര്യാദയ്ക്ക് ഉടമ്പടി ജീവിക്കണമെന്ന്. ഉടമ്പടി ജീവിക്കണം. ഉടമ്പടി എന്തിനുള്ളതാണ്? ഉടമ്പടി പ്രാർത്ഥിക്കാനുള്ളതല്ല. പിന്നെന്താണ്? ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. ഈ ദിവസങ്ങളിലെ ഒരു നല്ലൊരു സാക്ഷ്യം ഉണ്ടായി. അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് സുമറാണി ഇവിടെ താമസിക്കുകയാണ്. എവിടെയാണ്? ഹാമിൽട്ടണിലെ. നമ്മുടെ നാട്ടുകാരത്തെയാണ്, നടുവട്ടത്തുള്ളതാണ്, എറണാകുളം. സുമറാണിയുടെ പ്രശ്നം എന്താ? സുമറാണിക്ക് 7 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ കാനഡയിൽ നല്ല ചികിത്സയുള്ള സ്ഥലത്തുള്ളതാണ്. ഇവർ നേഴ്സാണ്. ഇവരുടെ പ്രശ്നമെന്ന് പറയണത്, ഇവർ സീനിയർ നേഴ്സായത് കാരണം ഇവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. മക്കളില്ലാത്തതിൻ്റെ ഒത്തിരി കാരണങ്ങളുണ്ടാകാം. എങ്കിലും ഇവൾക്ക് വിശ്വാസമുള്ള ആളാണ്. പക്ഷേ സയൻസിലുള്ള വിശ്വാസം തൽക്കാലം നിർത്തി. കാര്യം കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകരുതെന്ന് മനസ്സിലായി. അതാണ് വിഷയം. സുമറാണിയുടെ സാക്ഷ്യം നോക്കിയാൽ മതി. കാര്യങ്ങൾ അവർ നേഴ്സാണ്, അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ 7 കൊല്ലത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ മക്കൾ ഇനി സ്വാഭാവികമായിട്ട് ഉണ്ടാകത്തില്ലെന്ന് മനസ്സിലായപ്പോൾ എന്താ ചെയ്യണത്? അവർ ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചു. ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചെങ്കിലും ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി ഭാഷയിൽ മെരിറ്റാണ്, സയൻസ് അല്ലേ. സയൻസ് ഉടമ്പടി ഭാഷയിൽ എന്താണ്? മെരിറ്റ് എന്ന് പറയും. പക്ഷേ മെരിറ്റ് ശാസ്ത്രീയമായിട്ട് ഇനി കുട്ടികളെ കിട്ടാൻ സാധ്യതയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധ്യതയില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതിനകത്ത് ഓപ്ഷൻ വെക്കുന്ന ഉടമ്പടിയാണ്. എന്താണ്? മെരിറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, സയൻസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ Ephesians 2:8 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ ഇനി ഗ്രേസിൻ്റെ വഴിയാണ്. ഗ്രേസ് ടാപ്പ് ചെയ്യാൻ ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു മാർഗ്ഗം എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 7:24 7:24 എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ആ ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. ഉടമ്പടി എന്തിനുള്ളതാണ്? ഉടമ്പടി പ്രാർത്ഥിക്കാനുള്ളതല്ല. ഉടമ്പടി പ്രാർത്ഥിക്കാൻ മാത്രമുള്ളതല്ല. പക്ഷേ ഉടമ്പടിയിൽ പ്രാർത്ഥനയെല്ലാം വരുന്നുണ്ട്. ഉടമ്പടി പ്രയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, എന്നാൽ ഉടമ്പടി പ്രയോഗങ്ങളെല്ലാം വരുന്നുണ്ട്. ഉടമ്പടി പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, എന്നാൽ ഉടമ്പടി പ്രഖ്യാപനങ്ങളെല്ലാം വരുന്നുണ്ട്.
ഉടമ്പടി ഈ പ്രാർത്ഥനയും ഈ പ്രഖ്യാപനവും ഈ പ്രയോഗവും എല്ലാം ചേർന്നിട്ടുള്ള ഉടമ്പടി ജീവിതം തന്നെ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമാക്കിയിടും. ഈ മത്തായി ശ്ലീഹ 7:24 നമ്മളോട് പറയണത് എന്താണ്? ഉടമ്പടി ജീവിക്കാനുള്ളതാണെന്ന്. പിടിയിട്ടില്ലേ? പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് സുമറാണിക്ക് അറിയത്തില്ലെങ്കിലും സുമറാമിയിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അവളിത് വെളിപ്പെടുത്തണുണ്ട്. ഹാമിൽട്ടണിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? ഭർത്താവും ഭാര്യയും കൂടി 7 വർഷമായിട്ട് മക്കളില്ലല്ലോ, ഭർത്താവ് കിട്ടാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ഇതിനുള്ള സാധ്യതയെന്ന് പറയണത് അവൾക്കറിയാം, ഇത് ഉടമ്പടി എടുത്താലും ശാസ്ത്രീയമായിട്ട് നടക്കാത്ത കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാകാൻ ചിലപ്പോൾ പാടായിരിക്കും എന്ന് അവൾ മുൻകൂട്ടി അറിയുന്നുണ്ട് മനസ്സിൽ. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഒരു തീരുമാനം എടുക്കും. എന്താണ്? നമ്മൾക്ക് ഉടമ്പടി എടുക്കാം, പക്ഷേ എന്താണ്, ഉടമ്പടിയിലൊന്നും അമ്മ കുഞ്ഞിനെ തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഉടമ്പടിയിൽ നമ്മൾ അതിൻ്റെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യത്തില്ലെന്ന് ദൈവത്തോട് പറയാം. അവർ തമ്മിലൊരു ധാരണ എത്തുകയാണ്. കാര്യം ഉടമ്പടി എടുത്താൽ നടക്കാൻ സാധ്യതയില്ലെന്നുള്ളത് അവരുടെ ശാസ്ത്രീയ ബോധം അവളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി ഒരു എഗ്രിമെൻ്റ് എത്തുകയാണ്. ഉടമ്പടി എടുത്താലും നടന്നില്ലെങ്കിലും അതിൻ്റെ പേരിൽ ഉടമ്പടിയെയോ ദൈവത്തെയോ നമുക്ക് കുറ്റം പറയണ്ട. മനസ്സിലായില്ലേ? ഒരു ധാരണ, ഒരു കോംപ്രമൈസിങ് ആണത്. അവളുടെ വിശ്വാസം കൊണ്ടെടുക്കണ കോംപ്രമൈസാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? നമുക്ക് ഉടമ്പടി കുഞ്ഞിനെ തന്നാലും ഇല്ലെങ്കിലും ഉടമ്പടി നമുക്ക് ജീവിക്കാം. എന്ത് രസം കേൾക്കാൻ! ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടിയുടെ പുതിയ വേർഷൻസ് സാക്ഷ്യജീവിതം കാണുമ്പോഴേ ദൈവം ഇങ്ങനെ ഇറങ്ങി നിന്ന്, ദൈവം ഇങ്ങനെ പണ്ട് ബൈബിള് ഇറക്കി കൊടുത്ത പോലെ ഉടമ്പടി ഇറക്കി തന്നതിൻ്റെ സത്യമായ ഒരു വചനാനുഭവമാണ്. കാര്യം സുമറാണി എന്താ പറയണത് ഭർത്താവിനോട്? അവർ തമ്മിൽ നല്ല കൂട്ടാണ്. പക്ഷേ അവരെന്താ പറയണത്? ഉടമ്പടി നമുക്ക് മക്കളെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കാമെന്നാണ് പറയണത്. ഉടമ്പടി എന്തിനുള്ളതാണ്? ഏതെങ്കിലും കാര്യം കാണാൻ വേണ്ടിയുള്ളതല്ല, ഉടമ്പടി ജീവിക്കാനുള്ളതാണ്, ദൈവവുമായിട്ട് ജീവിക്കാനുള്ളതാണ്. കൈയടിക്കട്ടെ. ഉടമ്പടി ജീവിക്കാനുള്ളതാണെന്നുള്ള ആന്തരികമായ ബോധ്യത്തിലാണ് സുമറാണിയും ഹസ്ബൻഡും കൂടി ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഉടമ്പടി എടുത്ത് അവർ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇത് സത്യമായ വിഷയമാണ് ചെയ്യാൻ പോണമെന്ന്. അതാണ് സത്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ശാസ്ത്രത്തെക്കാൾ വലുതല്ലേ ദൈവം. അതാ വിഷയം. അവർക്ക് ദൈവത്തെ ശാസ്ത്രീയമായിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ ദൈവത്തെ പഴിചാരരുന്നുള്ള മുൻ ജാമ്യമെടുത്താണ് അവർ ഉടമ്പടി എടുക്കുന്നത്. ജാമ്യം എടുക്കണേ, അതിൻ്റെ പേരിൽ ഞങ്ങൾ ദൈവത്തെ കുറ്റം പറയത്തില്ല. ഞങ്ങൾ ഉടമ്പടി എടുക്കേണ്ട ഉദ്ദേശം എന്താണ്? ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഉടമ്പടിയിൽ അവർ ജീവിക്കുകയാണ്. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടിയുടെ എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ നിബന്ധനകളും നിറവേറ്റിക്കൊണ്ട് അവർ ഉടമ്പടി ജീവിക്കുകയാണ്. പക്ഷേ 1 മാസം മറ്റോ ജീവിച്ചുള്ളൂ, അപ്പം തന്നെ അവൾ പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. എന്ന് വെച്ചാൽ അതായത് കോർണിവ എന്ന് പറഞ്ഞൊരു സ്ഥലം, അതായത് ഫലോപ്പിയൻ ട്യൂബിൻ്റെയും ഗർഭനാളിയുടെയും അതുപോലെ ഗർഭപാത്രത്തിൻ്റെയും വക്കിൽ ആണ് ഇത്. ഇപ്പം നമുക്കൊരു കെറ്റിലുണ്ടെങ്കിൽ കെറ്റിനൊരു നാളമില്ലേ, കെറ്റിനകത്തുമല്ല എന്നാൽ ആ കുഴലുമല്ല, ഇതിൻ്റെ ജംഗ്ഷനിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മൾ വേര് പിടിച്ചു പോയി ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റപ്ചറാകും, പൊട്ടും, ബ്ലഡാകും, ആളിയാകും, പെട്ടെന്ന് പിന്നെ മരണമൊക്കെ. അപ്പോൾ ഇങ്ങനെ വലിയൊരു ദശാസന്ധി ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് എടുത്ത് കളയാം, പെട്ടെന്ന് എടുത്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് കളയാമെന്ന് പറയുമ്പോഴും ഇവൾ പറയുന്ന സംഭവമുണ്ട്, ഇത് അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്ന കുഞ്ഞാണ്.
ഉടമ്പടിയിൽ കിട്ടണതെല്ലാം ഉടമ്പടി എന്നൊരു സംവിധാനം എന്നതിനേക്കാൾ ഉപരി പ്രത്യക്ഷീകരണം. അവിടെ എന്തൊരു ജ്ഞാനമാണ് അവർക്ക്. ഇവർ ഡോക്ടർ എടുത്തു കളയാമെന്ന് പറയുമ്പോഴേ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ എന്താ, ഇത് ഉടമ്പടി വഴി കിട്ടിയതല്ലേ. ഉടമ്പടി വഴി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഉടമ്പടി കിട്ടിയത്. അപ്പോൾ ഈ കുഞ്ഞ് ഉടമ്പടി വഴി കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ കോർണിവായി കുഞ്ഞിങ്ങനെ ഉരുവായിരിക്കണത്. അപ്പോൾ ഇത് എടുത്തു കളയാമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ദൈവത്തിന് ഇതിൻ്റെ അകത്ത് പദ്ധതിയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥന തന്നെ കണ്ടില്ലേ. ഇവിടെയാണ് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ അച്ഛൻ എന്താ പറഞ്ഞത്? പ്രാർത്ഥനയുണ്ട്, പിന്നെന്താണ് പ്രഖ്യാപനമുണ്ട്, പിന്നെന്താണ് പ്രയോഗമുണ്ട്. അപ്പം പ്രാർത്ഥന വന്നിട്ട് ഇവരെന്നാ ചെയ്യുമെന്നറിയാമോ? ഒരാഴ്ച പ്രാർത്ഥിക്കും. കൊച്ചിനെ എടുത്ത് കളയാം, അതിനുവേണ്ടി ഓപ്പറേഷൻ നിശ്ചയിച്ച് കഴിയുമ്പോൾ ഓപ്പറേഷൻ ഒപ്പിട്ട് കൊടുക്കാതെ ഇവരെന്ത് ചെയ്യും? ഉടമ്പടിയിലെ 33% എന്താണ്? പ്രാർത്ഥനയല്ലേ. ആ പ്രാർത്ഥനയിലേക്ക് ഇവർ പോകും. പ്രാർത്ഥനയെ പ്രവേശിച്ച് അതായത് ഒരാഴ്ച കഴിയുമ്പോൾ ഇവരെന്താ പ്രാർത്ഥിക്കണത്? ഇവർ പ്രാർത്ഥിക്കുന്നത് ഡോക്ടറിനെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കണത്, ഇവരെ സമർപ്പിച്ചല്ല. ഇവർക്ക് പ്രശ്നങ്ങളില്ലെന്നാണ് പറയണത്. ഇവർ പറയുന്നത് ഡോക്ടറിനാണ് പ്രശ്നം. ആ പ്രശ്നം അവർ ഡിക്റ്റേറ്റ് ചെയ്യണണ്ടല്ലേ, ആ ഡിക്റ്റേഷൻ ഭയങ്കരമാണ്. ഞങ്ങൾ ഡോക്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പ്രശ്നം ആർക്കാണ്? പ്രശ്നം ഇവർക്കാണ്. ഇവരുടെ ഗർഭപാത്രത്തിലല്ലേ ഗർഭനാളിയുടെ കുഞ്ഞ് ജനിച്ചിരിക്കണത്, സൈക്കോട്ട് രൂപപ്പെട്ടിരിക്കണത്. പക്ഷേ ഇവർ പ്രാർത്ഥിക്കുന്നത് ആരും ഗർഭനാളി സമർപ്പിച്ചല്ല പ്രാർത്ഥിക്കുന്നത്, അവരെ പ്രാർത്ഥിക്കുന്നത്. അത് പരിശുദ്ധാത്മ വിവേചനം കൊടുക്കും. കാര്യം നിങ്ങളുടെ ഉള്ള പ്രശ്നം ഓപ്പറേഷൻ നിശ്ചയിച്ച ഡോക്ടറിനാണ് പ്രശ്നം, അതാ വിഷയം. ഈ പരിശുദ്ധാത്മാവ് മിനിമം കീപ് ദ ഹോളി സ്പിരിറ്റ് എന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ. അതായത് പരിശുദ്ധാത്മാവാണ് വിവേചനം നടത്തേണ്ടത്. പരിശുദ്ധാത്മ ഇവർക്കുള്ളത് കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു നിങ്ങളുടെ ഗർഭപാത്രമല്ല സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്, മരുന്നുമല്ല. പറഞ്ഞത് ഓപ്പറേഷന് വേണ്ടി പറഞ്ഞ് ഡോക്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഇവർ ഡോക്ടറിനെ സമർപ്പിച്ച് രാത്രി ആരാധന നടത്തി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന വെച്ചല്ലേ. ഒരാഴ്ച മുഴുവൻ ഡോക്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടായി. ഡോക്ടറിന് അതാണ് പ്രാർത്ഥനയുടെ സംഭവം. ഡോക്ടർ ഇതിൻ്റെ സ്പെസിമെൻ എടുത്തിട്ട് സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് കാനഡയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് അയച്ചു കൊടുക്കും. ഡോക്ടറിൻ്റെ സീനിയർ ഡോക്ടറിനെ അയച്ചു കൊടുക്കും. കാര്യം ഈ ഗൈനക്കോളജി വിഭാഗം കൈകാര്യം ചെയ്യുന്ന എക്സ്പെർട്ടാണ്. അപ്പോൾ അതാണ് ഡോക്ടറിനുണ്ടായ മാറ്റം. അവർ സ്കാനിങ് റിപ്പോർട്ട് രണ്ടാമത് ഈ സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ സുമറാണി പറയവേ, ഞാനൊരു സാധാരണ നേഴ്സാണ്, എനിക്ക് ഇത്രയും സ്പെഷ്യൽ കെയറും വേറെ ഇൻ്റർനാഷണൽ ലെവലിൽ വേറെ രാജ്യങ്ങളിൽ എന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും ഇതെല്ലാം ഫ്രീ ആയിട്ട് ഇവർ ചെയ്യണം. ആശുപത്രിക്കാർക്ക് ഒരു പുതിയ കേസാണ്. അതുകൊണ്ട് ഈ കേസ് എന്താണെന്ന് അവർക്ക് പഠിക്കുകയും ചെയ്യണം, കേസ് സ്റ്റഡിയും വേണം. അതുകൊണ്ട് അവരുടെ റിസ്കിൽ അവരുടെ എക്സ്പെൻഡിച്ചറിലും അവർ ഇത് ഉപരിപഠനത്തിനായിട്ട് സ്കാനിങ് റിപ്പോർട്ട് അയക്കും. ഡോക്ടറെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളാണത്. അവിടെ ഓസ്ട്രേലിയ ഡോക്ടർ ഇത് പെട്ടെന്ന് പഠിച്ചിട്ട് പറയും ഇത് കുഴപ്പമില്ല, സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ സീനിയർ ഡോക്ടറിന് നിർബന്ധമായി. അപ്പോൾ ഓപ്പറേഷൻ ഒഴിവായി. നോക്കിയേ, കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ അതായത് നമ്മളുടെ ഈ ഉടമ്പടി ഉറപ്പിക്കലെന്ന സംഭവത്തിൽ ചില സമയത്ത് ഇതുപോലെയുള്ള ഒരാട്ടം കാണാം. ഒരാട്ടം കണ്ട ഇപ്പം നിങ്ങളെ വചനം എന്താ പറയണത്? വിളിയും തിരിഞ്ഞ് ഒന്ന് ഇപ്പം എടുത്തേ, 2 പത്രോസിൻ്റെ 1:10 എടുത്തേ. 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ ഇതിന്റെ 2 സെക്ഷനാണ് വരണം. ഒന്നെന്താണ്? 2 പത്രോസ് 1:10 വചനത്തിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ വിളിയും പിന്നെന്താ? തിരഞ്ഞെടുപ്പും. എന്തൊക്കെ ഉറപ്പിക്കാതെ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് വിളിയും തിരഞ്ഞെടുപ്പും. വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതെല്ലാം ബൈബിളിലുള്ള വിശ്വാസം ഇല്ലാതെ മുന്നോട്ട് പോകത്തില്ല. അവൻ പറയണ പോലെ ചെയ്യണതാണല്ലോ. ഞങ്ങളിപ്പോൾ ആരെയും ന്യായസ്ഥാനപ്പെടുത്തുന്നില്ലെന്നുണ്ടെങ്കിലും ഈ ഉടമ്പടി എടുക്കുന്നവർ പാലിക്കണത് ആരെയാണ്? വിശുദ്ധ വചനമേ പാലിച്ചിട്ട് അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
ഇതാണ് വിശ്വാസം. ബൈബിളിലുള്ള വിശ്വാസമില്ലാതെ ഇതാണ് ബേസ്മെൻ്റ്. ഇതിൻ്റെ എന്താണ്? വിളിയാണ്. വിളി എന്താണ്? വിശ്വാസത്തിൽ ബൈബിളിലുള്ള വിശ്വാസത്തിലേക്കാണ് വിളി. ആരെ വന്ന് ഉടമ്പടി എടുത്താലും ഇതിൻ്റെ വിളി എങ്ങോട്ടാണ്? ബൈബിളിലുള്ള ബൈബിളിലുള്ള ദൈവത്തിലേക്കാണ് നിങ്ങൾ വിശ്വസിക്കണത്. ഉറപ്പല്ലേ? തിരഞ്ഞെടുപ്പ് എന്താ? ബൈബിളിലുള്ള ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കണത് എന്തിനാണ്? ഉടമ്പടി പ്രയോഗത്തെയാണ്. റീഡിയ അതാണ് സംഭവം. ബൈബിളിൽ നമുക്ക് എങ്ങനെ പ്രവേശിക്കാം, പക്ഷേ നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ഏറ്റവും ഉത്തമമായ മാതൃക എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. വചനത്തെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനം വിശ്വസിക്കുക മാത്രമല്ല അത് ജീവിച്ചുകൊണ്ട് അങ്ങയുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ ആഴങ്ങൾ ആവിഷ്കരിക്കുന്ന ഉടമ്പടിയിലേക്ക് ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങളെ വീണ്ടും വീണ്ടും രാജ്യത്തിലേക്ക് ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം 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 അതു നിശ്ചയം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഉറപ്പിക്കലിനായിട്ടുള്ള സമയത്ത് ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും. ഈ ചാഞ്ചാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സുമറാണിയുടെ ലൈഫിൽ എന്താണ്? കൊച്ചിനെ കിട്ടി, പക്ഷേ അത് കോർണിവായിലായിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് ചെയ്യണം, അതെടുത്ത് കളയണമെന്ന് പറഞ്ഞ്. ഇവളത് എടുത്ത് കളയാൻ തയ്യാറല്ല. അവൾ അതിനെന്താ ചെയ്യണത്? ഡോക്ടറിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും. അപ്പോൾ ഡോക്ടറിന് എന്താ വ്യത്യാസം ഉണ്ടായത്? ഡോക്ടർ ഉപരിപഠനത്തിന് സെൻഡ് ചെയ്യും വേറെ രാജ്യങ്ങളിലേക്ക്. അവിടെ നിന്ന് റിസൾട്ട് വരും അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് റിസൾട്ട് വരണ കാലത്ത് ഇവൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താ കാര്യം? ടെസ്റ്റിന് വിടുമ്പോൾ സുമറാണി ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലം പൊക്കിലിന് താഴെ പെരട്ടും. അതാണ് വിശ്വാസ പ്രയോഗം. മനസ്സിലായില്ലേ? ഇതിലെന്ത് ചെയ്യും? ഉടമ്പടി കാശുരൂപം ഇതൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുത്താണ് അവരോട്, അല്ലല്ല, അവരുടെ മനസ്സാക്ഷിക്ക് പരിശുദ്ധാത്മ നൽകിയിട്ട് അവർ ചെയ്യുന്ന പ്രയോഗവിധികളാണ്. ഡോക്ടറിൻ്റെയൊക്കെ ടെസ്റ്റ് ഡോക്ടറിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, പിന്നെ പ്രയോഗമാണ് അവർ ചെയ്യണത്. എന്താ ചെയ്യണത്? ഉടമ്പടി തൈലമെടുത്ത് പൊക്കിന് താഴെ പെരട്ടും. വിശ്വാസപ്രമാണം ചൊല്ലി പെരട്ടും. അപ്പോൾ പെരട്ടുമ്പോൾ എന്താ സംഭവം? രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, പ്രയോഗവും നടക്കും. വിശ്വാസപ്രമാണം ചെല്ലുന്നതുകൊണ്ട് പ്രഖ്യാപനവും നടക്കും. വിശ്വാസപ്രമാണം എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ലല്ലോ, പ്രഖ്യാപനമാണ്, ഇല്ലേ? അതായത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന ഓരോ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തെ എന്താണ്? പ്രയോഗം. പ്രയോഗത്തിന് മുമ്പ് എന്താ ചെയ്യണത്? വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഇവൾ ഇത് ഉടമ്പടി തൈലം യൂട്ടസിൽ പെരട്ടുന്നത്. പെരട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവൾക്ക് മനസ്സിൽ തോന്നും, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവ് പറയും, ഈ പുസ്തകങ്ങളെല്ലാം നീ ഡെയിലി ഒന്ന് കമ്മ്യൂണിക്കൻ്റ് ആയാൽ മതി എന്ന് പറയും. നീ ഡെയിലി കമ്മ്യൂണിക്കൻ്റ് ആകണമെങ്കിൽ കുറച്ചുകൂടി പവർ കിട്ടുമെന്ന് പറയും. എന്നുവെച്ചാൽ ദിവസം നീ കുർബാന സ്വീകരിക്കണമെന്ന് പറയും. അപ്പോൾ ദിവസം കുർബാന സ്വീകരിക്കണമെന്ന് പറയും. അപ്പോൾ ദിവസം കുർബാന സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ പറയണതാണ്, നീ എല്ലാ ദിവസവും പോയി ഈശോനെ സ്വീകരിക്കുക. നീ ഒരു പ്രയാസത്തിലിരിക്കുകയല്ലേ. പ്രയാസത്തിലിരിക്കുമ്പോൾ ഇപ്പം ഞങ്ങളുടെ രോഗികളാണെങ്കിൽ മരണത്തോട് മല്ലിട്ടാലും ഞങ്ങൾ കൊടുക്കണത് എന്താണ്? കുർബാനയാണ് കൊടുക്കുന്നത്. ഈ സുമറാണിക്ക് ഇപ്പോൾ പറയേണ്ടത്, പരിശുദ്ധാത്മ പറയണത്, ഈ കുർബാന ദിവസം സ്വീകരിക്കണം. നീ ഒരു ദൈവത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് പണ്ട് ആവശ്യമെന്നാണ് പണ്ട് കുർബാനയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം മരണത്തിനും ആവശ്യമെന്ന് പറയും. തൻ്റെ ആവശ്യത്തിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിനും പണ്ടത്തെ ഭാഷയിൽ ആവശ്യമെന്ന് പറയും. കുർബാന കൊടുക്കണതിന് അത്യന്തം എന്നൊക്കെ പറയും. അത്യന്തം ആവശ്യമായിട്ട് വരുന്ന സംഭവമാണ്. ആ സമയത്ത് കുർബാനയാണ് സഭ കൊടുക്കുന്നത്. കർത്താവ് ഈശോനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈശോനെ കൊടുക്കണ ഒരു ജോലി ഇവൾ പറയണത്, നീ ഈ അത്യന്ത ഘട്ടത്തിലാണ്. സുമറാണിയോട് പറയണത്, നീ ഇപ്പോൾ ഒരു അത്യന്ത ഘട്ടത്തിലാണ്.
നിനക്ക് കുഞ്ഞിന് എന്തും സംഭവിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ വേറെ ഒന്നും ഇവിടെ വിലപ്പോകത്തില്ല, കുർബാന മാത്രമേ വിലപ്പോകത്തുള്ളൂ. അതുകൊണ്ട് നീ കുർബാന മുടക്കരുതെന്ന് പറയും. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഈ വയറും വെച്ച് കുർബാന സ്വീകരിക്കാൻ പോകും. പോകാൻ പാടാണ്, കുറച്ച് മെഡിക്കൽ റെസ്ട്രിക്ഷൻ ഉള്ള ആളാണ്, എങ്കിലും കുർബാന സ്വീകരിക്കാൻ പോകും. കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ മുകളിലുണ്ടായിരുന്ന കൊർണിവായിലുണ്ടായിരുന്ന ഫീറ്റസ് നേരെ ഗർഭപാത്രത്തിലേക്ക് ഊർന്ന് വീഴും. അതായത് പരിശുദ്ധാത്മാവ് എങ്ങനെയൊരു വ്യക്തിയെ ഗൈഡ് ചെയ്യണം നോക്കണം. അത്യന്ത ഘട്ടങ്ങളിൽ ആവശ്യമായ സഹായങ്ങൾ കൊടുക്കും. കർത്താവ് പണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, ഞാൻ പോണത് കൊണ്ട് പേടിക്കണമെന്നും വേണ്ട, പരിശുദ്ധാത്മാവ് ഉണ്ടാവും കൂടെ, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാവും. അപ്പം പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകുമ്പോഴേ എന്താണ്, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ദാനിയലച്ഛൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. എന്താ പ്രഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോർക്കും കരിസ്മാറ്റിക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതല്ല, തെറ്റായ ധാരണയാണത്. എല്ലാ ജനങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ കർത്താവ് പറഞ്ഞിരിക്കണ ആരാണ്? എല്ലാം അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമാരി നിറഞ്ഞ ശക്തി സ്നേഹമാരി നിറഞ്ഞ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഉടമ്പടിയിൽ നിങ്ങളോട് പശ്ചാത്തപിക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്കരോട് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? പരിശുദ്ധാത്മാവിനെ ഓൺലൈനിലേക്ക് ആക്ടിവേഷൻ ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു ധർമ്മസങ്കടം വന്ന സമയത്ത് നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാകത്തില്ല. ആരുണ്ടാവും? സുബ്രാണിയോട് പറഞ്ഞില്ലേ, ഈശ്വരനെ സ്വീകരിക്കുക, ദിവസവും പോയി. അതാരാ പറഞ്ഞു കൊടുത്തിരിക്കണത്? പരിശുദ്ധാത്മാ പറഞ്ഞിരിക്കണത്. അപ്പോൾ ദിവസവും ഈശ്വരനെ പോയി. ഇനി അത്യന്ത ഘട്ടങ്ങളിൽ വരുമ്പോൾ നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടണം. ഇപ്പം അവർ മരിച്ചു, ഇവർ മരിച്ചു, എന്നെ നോക്കാനും ആരുമില്ല, ഞാൻ കഷ്ടപ്പാടാണ്, ഞാൻ ഒത്തിരി പേരെ സഹായിച്ചു, എനിക്കൊരു ആവശ്യം വന്നപ്പോൾ സഹായിക്കാൻ ഒരു പട്ടിയുമില്ല, ഇങ്ങനെയൊക്കെ പല്ലുചക്കാത്ത വർത്തമാനം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കാത്തവൻ ഇങ്ങനെയുള്ള പിച്ചും പേയും മരണം വരെ പറഞ്ഞുകൊണ്ടേ വരും. ഓർത്തേക്കുക, നീ ഒരിക്കൽ ക്രിസ്തുവിനെ സ്വീകരിച്ച പിന്നെ നീ ക്രിസ്തുവിനെ മാത്രം മതി. കാര്യം എന്താണ്? അവൻ എന്തിനും മതിയായവനും എന്തിനും പോകുന്നവനുമാണ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ സുമയുടെ ഒരു നിലപാടെന്ന് പറയാൻ എന്താണ്? സുമറാണിയുടെ ഒരു നിലപാട് ഉടമ്പടി ജീവിതമല്ലേ. അവളെന്താ പറഞ്ഞത് ഭർത്താവിനോട്? നമുക്ക് കർത്താവ് കുഞ്ഞിനെ തന്നില്ലെങ്കിലും നമ്മൾ ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ഉടമ്പടിയിൽ ജീവിക്കാനാണ്. എന്താ കാര്യം? അവൾ ആ വചനത്തിൽ വേരൂന്നി വളരാൻ, അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് അവൾ ഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തനിക്കൊരു അനുഗ്രഹം കിട്ടിയില്ലെന്നവൻ്റെ പേരിൽ ദൈവത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ അവൾ തയ്യാറല്ല. ഒരു ആധ്യാത്മിക ജീവിതത്തിനെ അവൾ വിശ്വാസം കൊണ്ട് ജാമ്യത്തിലെടുക്കുകയാണ്. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസിയെ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ വിശ്വാസി എന്തുകൊണ്ടാണ് പതറാത്തത്? അവൾ ആ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഉടമ്പടി ജീവിക്കുകയാണ്. പാറമേൽ തൻ്റെ ഭവനം പണിത് ചെയ്തിരിക്കുകയാണ്. അവിടെ കർത്താവ് യേശു ക്രിസ്തുവാകുന്ന പാറമേൽ തൻ്റെ ജീവിത ഭവനത്തെ പണി ചെയ്ത മനുഷ്യൻ പതറത്തില്ല. നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്ന ഉത്സാഹം കാണിക്കാൻ വേണ്ടി 2 പത്രോസ് 1:10 പറയുമ്പോൾ അവൾ പതറാതെ തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും വചനം പാലിച്ചുകൊണ്ട് ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ വചനം പാലിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അഭ്യൂഹങ്ങളോ മറ്റുള്ളവരുടെ വർത്തമാനങ്ങളോ മറ്റുള്ളവരുടെ സംസാരങ്ങളോ, ഇപ്പം എൻ്റെ മുന്നിലെ ആയിരങ്ങളും എൻ്റെ ഇടതുവശത്ത് 10,000-ങ്ങളും എൻ്റെ വലതുവശത്ത് 1000-ങ്ങളും മരിച്ചു വീഴാം എന്ന് പറഞ്ഞില്ലേ? സങ്കീർത്തനം എന്താ പറയണത്? 91 സങ്കീർത്തനം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ 91:7 സങ്കീർത്തനം 91:7 നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം. പറഞ്ഞേ, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം. നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കത്തില്ല. അതായത് ദൈവത്തിൻ്റെ വചനത്തില് അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ പലർക്കും പല അനുഭവങ്ങളാകാം. അതൊന്നും കണ്ടിട്ട് നമ്മൾ പതറത്തില്ല. കാര്യം എന്താൽ? ഈ ഭവനം വെള്ളപ്പൊക്കമുണ്ടായി, മഴ പെയ്തു, കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി. അത് ആ ഭവനത്തുമ്മൽ ആഞ്ഞലിച്ചു, അത് വീണു പോയില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമാണെന്ന് ഈശോ പറയുമ്പോൾ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു നിദർശനമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ. അവൻ വല്ലവൻ അവൻ ദയോ എന്നുള്ളവൻ. യേശു വല്ലവൻ അവൻ വല്ലവൻ അവൻ ദയോ എന്നുള്ളവൻ. പെരുവെള്ളത്തിൽ നിറച്ചു പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ നിറച്ചു പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഈ ഉടമ്പടി ഉറപ്പിക്കുന്ന കാലത്ത് ഇതുപോലെ മഴയനുഭവങ്ങളുണ്ടാവും, കാറ്റനുഭവങ്ങളുണ്ടാവും. നമ്മുടെ ഭവനത്തിന്മേൽ അടിച്ചു വീണ ജപ്തി നടപടി പോലെയുള്ള ഭവനത്തിന് കുലുക്കണ അനുഭവങ്ങളുണ്ടാവും. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. മത്തായി 7:27 മഴ പെയ്തു, പറഞ്ഞ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. അതാരെ കുറിച്ച് പറയണതാണ്? വചനം കേൾക്കുക, അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് വീണു പോണത്. ജീവിക്കുന്നവര് ഇപ്പം ഈ ദിവസങ്ങളിൽ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, എൻ്റെ ഭവനത്തിൽ ആഞ്ഞരച്ചു, ഞാൻ വീണു പോയില്ലെന്ന് പറയുന്ന അർത്ഥത്തിലൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷ്യം അശ്വതി ചന്ദ്രനാണ് പറഞ്ഞിരിക്കുന്നത്. അശ്വതി എന്താ സാക്ഷ്യം എന്ന് വെച്ചാൽ അവർ 3 സ്ഥലങ്ങളിൽ അവർ പരീക്ഷ എഴുതും. 3 സ്ഥലങ്ങളിൽ, പോലീസിൽ, പിന്നെ ഫോറസ്റ്റ് ബീറ്റ്സിൽ, അത് ഫോഴ്സാണ്, പിന്നെ ഫയർഫോഴ്സിൽ. അപ്പോഴേ ഈ 2 സ്ഥലങ്ങളിലും തോറ്റു പോകും. എവിടെ തോക്കും? പോലീസിനും അവരുടെ ടെസ്റ്റ് തോക്കും, അതുപോലെ തന്നെ ഫോറസ്റ്റ് ബീറ്റ്സിലും തോറ്റുപോകും പരീക്ഷ. ഇനി ഓരോരുത്തർ മാത്രമാണ് കരകയറണത്. അവിടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പക്ഷേ ടെസ്റ്റ് ഉണ്ട്. അതിന് ആളെ ക്വാളിഫൈഡ് ആയി, പക്ഷേ ഇനി ഇൻ്റർവ്യൂവും ടെസ്റ്റും ഉണ്ട്. പക്ഷേ അത് ഫയർഫോഴ്സിലാണ്. ഫയർഫോഴ്സിൽ ക്വാളിഫൈഡ് ആയി,
പക്ഷേ ഇനി എന്താ ഉള്ളത്? ഇൻ്റർവ്യൂ, ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് ഉണ്ടായപ്പോഴേ ഇവൾക്ക് തോന്നി, അത്രയും ഇവൾ പറയുന്നുണ്ട്, വർക്ക് ഈസ് വർഷിപ്പ് എന്ന് ചില ആൾക്കാർ പറയത്തില്ലേ, ഇവിടെ ഈ അശ്വതി പറയണത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചില്ല, പറവൂരുകാരത്തെയാണ്, കൊല്ലവാണെന്ന് തോന്നണം. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ വർക്കിലാണ് ഞാൻ ആശ്രയിച്ചിരുന്നത്. ഞാൻ നല്ലവണ്ണം എൻ്റെ ക്വാളിഫിക്കേഷൻ, എൻ്റെ കഴിവ്, അതാണ് സത്യം. ചില ആൾക്കാർ പറയത്തില്ലേ, ഇപ്പോൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെയൊക്കെ ഇവിടുന്ന് പഠിക്കണ പിള്ളേർ പോയില്ലേ, ഇപ്പോൾ മോഡ് എക്സാം തുടങ്ങിയല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ പ്രാർത്ഥിച്ചത്, ശനിയാഴ്ചയാണ് ബോർഡ് എക്സാം, വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചത് 200 പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. 200 പിള്ളേരാ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചീട്ട് നോക്കുമ്പോൾ ചില ആൾക്കാർ കാസർഗോഡുകാരാണ്. ഞാൻ ഓർക്കണം, ദൈവമേ എന്തൊരു വിശ്വാസമാണ് നിങ്ങൾക്ക്. കാരണം നാളെയാണ് ബോർഡ് എക്സാം. വൈകുന്നേരത്തെ മാവേലി എക്സ്പ്രസ്സിന് പോകേണ്ട ആൾക്കാരാണ്. അവിടെ എത്തണത് മിക്കവാറും 5:30 മണിക്കാണ് എത്തണത്. നേരെ ബോർഡ് എക്സാമിന് കയറേണ്ടതാണ്. ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്, കൃപാസനത്ത് നിൽക്കുകയാണ്. അതുപോലെ അത് അവരുടെ ആ സമയം അവർക്ക് വേസ്റ്റ് അല്ല. എന്താ കാര്യം? അവർ വിശ്വസിക്കണ ആരിലാണ്? വിഷയത്തിലല്ല വിശ്വസിക്കണേ, കർത്താവിൽ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറയും, ഈ സമയം ആണ് നിങ്ങളുടെ വിജയതോൽവി അറിയേണ്ട സമയം. എന്താ കാര്യം? നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ട സമയത്താണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അതൊരു സാക്ഷ്യമാണ്. എന്ത് സാക്ഷ്യമാണത്? ഞാൻ ജീവിക്കണത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ വിശ്വാസം കൊണ്ട്, എൻ്റെ ദൈവത്തെ കൊണ്ട്, കൃപ കൊണ്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അശ്വതി പറയണത്, ഞാൻ ജീവിച്ചിരുന്നത് ഇത്രയും നാൾ പഠിച്ചതെല്ലാം, അവൾ സ്റ്റൗട്ടായിട്ടുള്ള ഒരു നല്ല ഗേളാണ്, എല്ലാ കഴിവൊക്കെ ഉള്ള ആളാണ്, പറയണ കേൾക്കുമ്പോൾ അറിയാൻ നോക്ക്, എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല വ്യക്തതയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവർ പറയണത്, ഞാൻ മുഴുവൻ റിലേ ചെയ്തത്, ഞാൻ ആശ്രയിച്ചിരുന്നത് എൻ്റെ കഴിവിലാണ്. അപ്പോൾ എൻ്റെ കഴിവാണ് സത്യം. ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്താൽ എനിക്ക് കയറിപ്പോകാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ആ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്താൽ എനിക്ക് കയറി ജയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ഈ ധാരണയാണ് എല്ലാവർക്കും തന്നെ ഉള്ളത്. പക്ഷേ എന്നാ പറ്റി? ഫോറസ്റ്റ് ബീസിലും തോറ്റു, പിന്നെ പോലീസിലും തോറ്റു. അപ്പോൾ അവൾ മനസ്സിലാക്കി, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ ധാരണ പെസകിയല്ലോ, എൻ്റെ മെറിറ്റ് വർക്കൗട്ട് ചെയ്തില്ലല്ലോ, ഇനി ഗ്രേസ് അല്ല വർക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയുന്ന പോലെ ഉടമ്പടി എടുത്തിട്ട് ഇനി അടുത്ത നടപടി എടുക്കാമെന്ന് പറയും. അങ്ങനെ അശ്വതി വന്ന് ഫയർഫോഴ്സിൻ്റെ പരീക്ഷ ക്ലിയർ ചെയ്തു. പക്ഷേ ഇനി ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ടെസ്റ്റ് എന്ന് പറയണത്, ഫയർഫോഴ്സിൻ്റെ ടെസ്റ്റ് ഇത്തിരി കട്ടിയാണ്. അവൾ പറയണത്, ഉടമ്പടി എടുത്തതിന് ശേഷം അശ്വതി ചെയ്തിരിക്കണത്, എല്ലാ കാര്യങ്ങളും ഉടമ്പടിയുടെ മുറ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ടെസ്റ്റ് വന്നപ്പോഴേ 2 പ്രാവശ്യം ടെസ്റ്റ് മാറി. അല്ല, ഒരു പ്രാവശ്യം ഉരുൾപൊട്ടൽ കൊണ്ട് മാറി. ടെസ്റ്റ് ഉണ്ടായിരുന്നതാണ്, അത് മാറ്റിവെച്ച്. പിന്നെ അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് ക്യാൻസലായി പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിന്നത്തെ ടെസ്റ്റ് വന്നപ്പോൾ അത് മഴ പെയ്ത്ത് കൊണ്ട് മാറ്റിവെച്ച്. പിന്നെ ഇനിയും ടെസ്റ്റ് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ടെസ്റ്റ് വന്നപ്പോൾ ഒരു ടെസ്റ്റ് എന്താ? നീന്തലാണ് ടെസ്റ്റ്. നീന്തലിൻ്റെ എന്താണ് നീന്തേണ്ടത്? 50 അടി വെള്ളം. അപ്പോൾ കൃപാസനത്തിൻ്റെ ഇതൊരു 20 അടി 25 അടി ഇതിൻ്റെ പൊക്കമുള്ളു. ഇതിൻ്റെ ഇരട്ടി പൊക്കമുള്ള വെള്ളമാണ്, ആഴമാണ്. 50 അടി വെള്ളം, 50 അടി മീറ്റർ നീന്തണം. അപ്പോൾ 50 അടി ആഴത്തിലുള്ള വെള്ളത്തിൽ 50 മീറ്റർ നീന്തണം. അപ്പോൾ 50 മീറ്റർ നീന്തുമ്പോൾ അശ്വതി ഭയങ്കര സങ്കടം, പേടി. ഇപ്പോൾ അവൾക്ക് അത്ര നീന്തി അത്ര വലിയ പരിചയമൊന്നുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടെസ്റ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നീന്തൽ. അപ്പോൾ ഈ 50 അടി നല്ല ആഴമല്ലേ, അപ്പോൾ എങ്ങനെ മുങ്ങിപ്പോയാൽ ചത്ത തന്നെ, താഴെയല്ലേ പൊങ്ങത്തുള്ളൂ, പിന്നെ കിട്ടത്തില്ലല്ലോ ആളാ, 50 അടിയില്ലേ. അപ്പോൾ നല്ല നീന്തൽക്കാരെ മാത്രമേ അവരെടുക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നീന്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യമായിട്ടൊക്കെ നീന്തി കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ അപ്പോൾ അവൾക്കൊരു പേടിയുണ്ട്. അവളവിടെ മെൻറ്ററിനെ വിളിച്ച് അവളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച ഒരാളാണ് അവൾ മെൻറ്റർ എന്ന് പറയുന്ന ആൾ. മെൻറ്ററെ വിളിച്ച് ചോദിച്ചു, ചേച്ചി ഞാൻ ഈ 50 അടി വെള്ളത്തിൽ നീന്തുമ്പോഴേ ഞാനെങ്ങാനും മുങ്ങിപ്പോയ ചത്തുപോകുമായിരിക്കും അല്ലേ? അവളുടെ ആശങ്ക ഇതാണ്. അപ്പോൾ ഈ മെൻറ്റർ വെടിക്കെട്ട് സംഭവമാണ്. മെൻറ്ററെ, നീ എന്തിനെ പഠിക്കണത്? ഈ വെള്ളത്തിലെ നിൻ്റെ കൂടെ ഉള്ളൊരു കടലാണ്, നീ ഓർക്കണം, നിൻ്റെ കൂടെ ഉള്ളൊരു കടലാണ്, നീ ഇറവെള്ളത്തിൽ എന്തിനാ പേടിക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പവറടിച്ച് അവിടെ കൂടെ ഉള്ള കടലാണെന്ന് പറയുന്നത് ഈ ആളിനിടെ കടലെന്ന് പറയുന്നത്. എല്ലാ അപകടങ്ങളും തരണം ചെയ്യാൻ പറ്റിയ ഒരാളാണ് നിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഇതെന്താ മഴയെ ഇറവെള്ളം വീടുന്നതിൻ്റെ നീന്തേ പേടിക്കുന്നു. അപ്പോൾ അവൾക്ക് ധൈര്യമായി. മെൻറ്റർ അവൾക്ക് നല്ല ധൈര്യം കൊടുത്ത് അവളൊരു പണി ചെയ്യും. ഈ ഉടമ്പടി ഉറച്ച ഒരാളാണ്.
കാര്യം വെച്ചാൽ വെറുതെ ഇങ്ങനെ പത്രം കൊടുക്കത്തില്ല. പത്രം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് കുറച്ച് സംസാരിക്കുമെന്ന്. എൻ്റെ അമ്മോ, അത് കേട്ടാൽ തന്നെ നമ്മുടെ ഹൃദയം തറച്ചിച്ച് പോകും. ഞാൻ പത്രം കൊടുക്കും, വെറുതെ ഇങ്ങനെ കൊടുക്കത്തില്ല. ഞാൻ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ആരെക്കുറിച്ച്? കൃപാസന മാതാവിനെക്കുറിച്ച്. പൊന്നമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നമ്മയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അവൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പറയണതാണ്. അങ്ങനെ സംസാരിച്ച് ദൈവതിരുസന്നിധിയിൽ അവളൊരു പിടിപാടുണ്ടാക്കിയെടുത്ത്, അമ്മയുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കിയെടുത്ത്. അതുകൊണ്ടാണ് അവളോട് പെട്ടെന്ന് നിൻ്റെ കൂടെയുള്ള സമുദ്രമാണെന്ന് പറയുമ്പോൾ അഭിഷേകം വരാൻ പോണത് പരിശുദ്ധാത്മാവ് അത് അംഗീകരിക്കണം കൊണ്ടാണ്. അവളെ കൂടെ ഉണ്ട് മാതാവ്. അതുകൊണ്ട് തന്നെ ഇവൾ പോയി ടെസ്റ്റ് ഇവിടെ നീന്തും. അവൾ നീന്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇവിടെ റിസൾട്ട് വരുമ്പോഴാണ് ഞെട്ടണത്. 1ാം റാങ്കാണ്. അത് അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. അമ്മ സഞ്ചാരി മാതാവല്ലേ, വേണേ കൂടെ നീന്തും ആള്. അതാണ് പരിപാടി. അത് എനിക്ക് അമ്മയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം. അത് കരക്ക് നിൽക്കത്തില്ല, നമ്മളെ നീന്തി കൈയെടുത്ത് നീന്തിക്കത്തില്ല, കൂടെ വരും. അത് ദൈവത്തിൻ്റെ പ്രഖ്യാപനം ഇന്ന് നിറവേറണം അമ്മയിലൂടെയാണ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ ഈവൻ ഇറ്റ് ഈസ് എ വാട്ടർ ടാങ്ക്. അത് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള വാട്ടർ റിസർവ് ആണെങ്കിൽ പോലും അമ്മ കൂടെ വരും. കൂടെ വരുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ത്രസ്തടിക്കണം. എന്താ കാര്യം? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതല്ലേ വചനം, പ്രഖ്യാനം, അതല്ലേ പ്രഖ്യാപനം, അതല്ലേ വാഗ്ദാനം. എന്താണ് യോശുവാക്ക് കൊടുത്ത വാഗ്ദാനം? നീ എവിടെയായിരുന്നാലും ഞാൻ നിൻ്റെ കൂടെ വരും. അതെവിടെയാണ്? പ്രസവ വാർഡിലായാലും വെന്റിലേറ്ററിലായാലും ഏത് വിഷയത്തിലായാലും ദൈവത്തെ കൂടെ നിർത്താൻ കഴിയുന്നതാണ് ഉടമ്പടി. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. യേശു പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ പകച്ചു പോണത് ഈ പെൺകുട്ടി പറയുന്ന വചനങ്ങളുടെ ഒരു പ്രഘോഷണത്തിലാണ്. ഇവിടെ പറയണത് ഞാൻ ഇതൊക്കെ ചെയ്യണമുണ്ടല്ലോ, എനിക്കൊരു തിരിച്ചറിവുണ്ട്. എന്താണത്? അത് 1 കൊരിന്ത്യൻസ് 15:10 എൻ്റെ തിരിച്ചറിവെന്ന്. 1 കൊരിന്ത്യൻസ് 15:10. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ, കേട്ടോ, എന്താണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. നിങ്ങളെ കുറച്ചുപേര് പറയുമായിരിക്കും ഇതൊക്കെ അച്ഛൻ പറഞ്ഞ വചനമല്ലേ, അത് കേട്ട് പറയണം. അങ്ങനെയല്ല. അവളെന്ന് പറയുമ്പോൾ അവളുടെ പ്രയോഗത്തിലൂടെ അനുഭവിച്ച ദൈവജ്ഞാനത്തിൽ നിന്നാണ് പറയണത്. എന്താ കാര്യം? ഞാൻ ഈ 50 അടി ആഴമുള്ള വെള്ളം ഞാൻ നീന്തിക്കടന്നത് നീന്തറിയാൻ പാലാത്ത ഞാനല്ല അധ്വാനിച്ചതെന്ന്. അതാണ് അവൾ പറയണത്. എന്താണ്? ഞാൻ നീന്തുമ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ കൂടെ ആരോ നീന്തണുണ്ടെന്ന്. ഞാൻ എന്തായിരിക്കുന്നുവോ, ഞാൻ നീന്തിക്കടന്നപ്പോൾ എനിക്ക് 1ാം റാങ്ക് കിട്ടി. ഈ 1ാം റാങ്ക് കിട്ടിയത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് എൻ്റെ കഴിവല്ല, പിന്നെ എന്താണ്? എന്നിൽ പ്രവർത്തിച്ച ദൈവകൃപയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ബോധ്യം കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രധാനം ഈ ബോധ്യം കിട്ടുന്നതാണ്. അതായത് അവൾ ചെയ്തു കഴിഞ്ഞു, റാങ്ക് അവൾ നേടിക്കഴിഞ്ഞതിന് ശേഷവും അവളെന്താ പറയണത്? ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ കഴിവല്ല, പിന്നെ എന്താണ്? നിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ 1 കൊരിന്ത്യൻസ് 15:10 പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, എൻ്റെ കഴിവിനാലല്ല. അത് തന്നെയാണ് ഉടമ്പടി. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. അതിങ്ങനെ പ്രധാനപ്പെട്ട ആക്ടിവേഷൻ പ്രിൻസിപ്പലിലൂടെ എല്ലാം ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ ഇങ്ങനെ കടന്നു പോകും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെറിറ്റാണ് നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കണത്. പിടിയിടിയാ നമുക്കെന്തോ കഴിവുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താണ്? ഞാൻ എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ കഴിവെന്നല്ലേ അവൾ പറഞ്ഞത്.
ആദ്യം അങ്ങനെ പറഞ്ഞത്, എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ കഴിവ്. ഇപ്പോൾ അവൾ 1ാം റാങ്ക് കിട്ടിയപ്പോൾ അവൾ എന്താ പറയണത്? 1 കൊരിന്ത്യർ 15:10, അതായത് ഞാൻ നേടിയത് എൻ്റെതല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപയാണെന്ന്. ഇത് പറയണതിന് മുമ്പ് അത് അവളെ സത്യമായിട്ട് തന്നെയാണ് അവൾ പറഞ്ഞത്. എന്താ കാര്യത്തിൽ അവരെ കോച്ച് ചെയ്ത, നീന്തൽ കോച്ച് ചെയ്ത സെൻറ്ററുകാർ അവരെ വിളിച്ചു, അവളെ അനുമോദിക്കാൻ വേണ്ടി വിളിച്ചു. നീന്തൽ കോച്ച് ചെയ്തില്ല, ഇപ്പോൾ സായി സ്കൂളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ നീന്തൽ കോച്ചിൻ്റെ സ്കൂളുകാർ, അവിടെ സ്കൂളിൽ കിട്ടിയ ഒരു വിജയം കൂടിയാണല്ലോ ഇത്. അവളെ അതുകൊണ്ട് അവിടുത്തെ അനുമോദനത്തിന് വിളിച്ചു. ഫസ്റ്റ് റാങ്കുകാരിയില്ല അവിടുത്തെ ഫയർഫോഴ്സിലാണ്. പക്ഷേ അവിടെ ചെന്ന് അവൾ എന്താ പറയണമെന്നറിയാമോ? ഗുരുഭൂതന്മാരുണ്ട്, എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ പഠിപ്പിച്ചവർ, കഷ്ടപ്പെട്ട് പഠിപ്പിച്ചവർ, അതെല്ലാം ശരിയാണ്, എനിക്ക് അവരോട് നന്ദിയുണ്ട്. എൻ്റെ സതീർത്ഥിയരുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചവർ, എനിക്കവിടെ നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് കൃപാസനം മാതാവിനോടാണെന്ന്. അവിടെയാണ് പ്രശ്നം. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞില്ല, അവൾ പ്രേക്ഷിതയാണ്. എന്താ കാര്യം? എന്നിട്ട് അവൾ ഉദ്ധരിക്കേണ്ട ഒരു വചനമുണ്ട്, 10:32. ടേക്ക് ദ ബെഡ് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 10:32. ഇതാണ് ഉദ്ധരിക്കണത്, അശ്വതി ഉദ്ധരിക്കണത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ദൈവം അവളെ ഇനിയും ഏറ്റുപറയുന്ന നമുക്കറിയാം. അതുകൊണ്ട് എന്താണ്, സ്വന്തം ഗുരുഭൂതന്മാരുടെ മുമ്പിൽ പോയി എന്നുവെച്ചും പറയും, കൃപാസനം മാതാവാണ് എൻ്റെ കൂടെ നീന്താൻ വന്നതെന്ന് പറയും. അതാണ് ഏറ്റുപറച്ചിലെന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവരെ കാണുമ്പോഴേ ദൈവത്തെ മറക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം ഇതാണ്. നിങ്ങൾ പഞ്ചപുറ്റം അടച്ച് വച്ചാനിച്ച് ഇവിടെയുള്ള എല്ലാ കാര്യവും പറയും. ഓട്ടോറിക്ഷയുടെ സെക്കൻഡ് ഗിയർ എടുക്കണ പോലെ നിലയും വിളിക്കും. ഇതൊക്കെ ഈ അഭ്യാസം ഇവിടെയുള്ളൂ. പുറത്തേക്ക് കഴിയുമ്പോൾ പറയും എൻ്റെ കഴിവാണെന്ന് പറയും. അത് ദൈവത്തിന് അറിയാം. ഓർഡർ തമ്മാവാ അതന്നെ, അത് നേരെ എപ്പോഴും പറയണല്ലേ, അത് ദൈവത്തിന് അറിയാം. ഇവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ പറയും, പക്ഷെ പുറത്തിറങ്ങിയിട്ട് പറയത്തില്ല. അത് അവരുടെ കഴിവാണെന്ന് പറയും, അവിടെ എക്സ്പീരിയൻസ് ആണെന്ന് പറയും. പിന്നെ എനിക്ക് ഇന്ന ആളെന്നെ വിളിച്ച് പറഞ്ഞിട്ടാണെന്ന് പറയും. ഇന്ന ആൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണെന്ന് പറയും. ദൈവം ഞൊട്ടും. മനസ്സിലായ? എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ ദൈവത്തിനാണ് മുൻതൂക്കം എന്ന് അറിയണം. ഞാൻ ഏത് കാലാവസ്ഥയിലും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളി പറയത്തില്ല, ദൈവത്തെ ഏറ്റു പറയും. പറഞ്ഞു, ഞാൻ ഏത് കാലാവസ്ഥയിലും ഞാൻ ദൈവത്തെ തള്ളി പറയത്തില്ല. എൻ്റെ കഴിവിനേക്കാൾ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ സാക്ഷ്യം വഹിക്കും. ബലമല്ല നിന്ദയാമേ, കഴിവല്ല നിൻ കൃപയാമേ, ബലമല്ല നിന്ദയാമേ. ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നീശോയേ, ഇതുവരെ നീ മാത്രം എന്നീശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ജീവിതം ഇളകുന്ന കാലം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ജീവിതമേ കാൽച്ചുവട്ടിലെ മണ്ണ് ഊർന്നു പോവുകയും കർത്താവിനെ നിലത്തെറ്റുകയും പിടിക്കാൻ ഒരിടമില്ലാതെ ഇങ്ങനെ ഇളകുന്ന സമയമുണ്ടായിരുന്നു. അതാണ് ഗെത്സമനി നമ്മൾ കാണുന്നത്. പിടിക്കാനൊരിടമില്ല. താൻ ഉറച്ചു വെച്ചിരുന്ന കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകുമ്പോഴും കർത്താവ് പ്രഖ്യാപിക്കുന്നൊരു വചനം. അതാണ് ഈ നമ്മളുടെ 17 യോഹന്നാൻ്റെ 17 അധ്യായം 17 വാക്യയിലെ അത് ഗെത്സമനിലെ പ്രാർത്ഥന. അവൻ്റെ കാൽച്ചുവട്ട് മണ്ണിളകുകയാണ്. അവൻ്റെ കൂടെയുള്ളവൻ തന്നെ പോയി ഒറ്റ കൊടുക്കാൻ പോകുന്നു. അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെ അവനെ തള്ളിപ്പറയാൻ പോകുന്നു. അവൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകുന്നു. അവന് പിടിച്ചു നിൽക്കാനൊരു ഇടമില്ല. മൊത്തം ഇളകുകയാണ്. നില കിട്ടണില്ല. നില കിട്ടാത്തപ്പോൾ അവൻ പറഞ്ഞ വാക്കുണ്ട്. എന്താ പറയണത്? യോഹന്നാൻ 17:17 അങ്ങയുടെ വചനമാണല്ലോ സത്യം, മറ്റൊന്നും സത്യമല്ല. പത്രോസ് സത്യമല്ല, പീലാത്തോസ് സത്യമല്ല, യൂദാ സത്യമല്ല, മനുഷ്യ സത്യമല്ല, കഴിവ് സത്യമല്ല, സ്വാധീന സത്യമല്ല, ദൈവമാണ് സത്യം, വചനമാണ് സത്യം. കയ്യടിക്കട്ടെ. വഴിയും സത്യവുമായവൻ നിൻ തിരുനാമം വാഴ്ത്തുന്നു. വഴിയും സത്യവുമായവൻ
ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ ഇന്നും നിറവേറിടേണമേ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ ഇന്നും നിറവേറിടേണമേ. അതായത് കർത്താവിന്റെ 17 വായിച്ച യോഹന്നാൻ 17:17. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 17:17. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. ഒന്ന് പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. ഒന്നുകൂടി പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. ഒന്നുകൂടി പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. കൈയടിച്ച് പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. അവിടുത്തെ വചനമാണ് സത്യം. അവിടുത്തെ വചനമാണ് സത്യം. സത്യത്താൽ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, വഴി നടത്തണമേ. ഹല്ലേലൂയ. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് വചനം മാത്രം. പണ്ട് ഈ ആർക്കിമിഡീസ് എന്ന് പറഞ്ഞ കക്ഷി ഉണ്ടായിരുന്നു. ആർക്കിമിഡീസ് നമ്മളൊക്കെ 3-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സൊക്കെ പഠിക്കാറുണ്ട് അദ്ദേഹത്തെ. പണ്ടത്തെ, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആർക്കിമിഡീസ് ഒരിക്കൽ, അത് ഈശോയുടെ കാലത്തിന് മുമ്പ് ഒരു 280 കൊല്ലത്തിന് മുമ്പ് ജീവിച്ച ഒരാളാണ്. ഗ്രീക്ക് ഫിലോസഫറാണ്, ശാസ്ത്രജ്ഞ, ഫിസിക്സ് ഉപചാന്ദ്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആദേശ സിദ്ധാന്തം എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞ് വേറെ ആദേശം എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് കണ്ടൻറ്റിലെ വേറെ ഒരു മാറ്റർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയിറ്റിൻ്റെ അനുപാതവും ഈ നമ്മളവിടെ ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റ് താത്തി വെച്ചിരിക്കുന്ന മാറ്ററിൻ്റെ വെയിറ്റും സെയിം ആണെന്നാണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞ്, ഞാൻ ഫിലോസഫി പഠിച്ചിട്ടുണ്ട്. ആർക്കിമിഡീസ് പറഞ്ഞതാണ്, അതായത് ഗിവ് മീ എ ഫസ്റ്റ് സ്പോട്ട് ടു സ്റ്റാൻഡ്, ഐ വിൽ മൂവ് ദ എർത്ത്. പുള്ളി പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഈ ഭൂമിയിൽ ഉറപ്പോടെ കാല് കുത്താൻ പറ്റിയ ഒരു ഇടം കാണിച്ചതാണ്, ഞാൻ ഈ ലോകത്തെ മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എന്താ ഇത് പറയാൻ കാരണം എന്ന് പറയും, ഈ യോഹന്നാൻ 17:17 ഈശോ എന്താ പറഞ്ഞത്? ഈശോയ്ക്ക് കാലം ഉറക്കാത്തൊരു സമയമാണ്. 10 ദിവസം തള്ളിപ്പറഞ്ഞു ഓൾറെഡി തള്ളിപ്പറയാൻ പോകുന്നു. യുദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. ജനക്കൂട്ടം മുഴുവനും കർത്താവിന് കൈയൊഴിയാൻ പോകുന്നു. പിതാവ് വരെ കുരിശിൽ കൈയൊഴിയാൻ പോകുന്നു. ഒരു പിടുത്തം കിട്ടണില്ല. ഈ ഒരു പിടുത്തവും ജീവിതത്തിൽ കിട്ടാൻ നിൽക്കുമ്പോൾ പറയുന്ന വാക്കാണ് 17:17. എന്താണ്? എല്ലാം മിഥ്യയാണ്, അങ്ങയുടെ വചനമാണ് സത്യം. എനിക്ക് ഉറപ്പിച്ച് കാലുറച്ച് നിൽക്കാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിടിവിട്ടു പോകുമ്പോൾ പിടിക്കാനുള്ള ഉറച്ചു നിൽക്കാനുള്ള ഇടമാണ് യോഹന്നാൻ 17:17. അങ്ങയുടെ വചനമാണ് സത്യമെന്ന്. അതുകൊണ്ടാണ് ഉടമ്പടി വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? ഈ ഉറപ്പുള്ള തറയിലേക്ക്, നിലപാട് തറയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റുകയാണ്. ഈ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിലൂടെ നമ്മളെന്താ സംഭവിക്കുന്നത്? പാറമേ ഭവനം ചെയ്ത ബുദ്ധിമാനായ സ്ത്രീയായ മനുഷ്യനായിട്ട് പുരുഷനായിട്ട് മാറുകയാണ്. അതായത് വചനം പാലിക്കുക വഴി നമുക്ക് നില കിട്ടാത്തൊരു ജീവിത സാഹചര്യം, കുടുംബമാണ്, വിവാഹം പിരിയാൻ പോകുന്നു, മക്കളില്ല, ജപ്തി വരാൻ പോകുന്നു, PR ഇല്ല, വിസ വീണ്ടും പുതുക്കി കിട്ടണില്ല, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ പോകുന്നു, കടക്കാർ നമ്മൾ വളയുന്നു, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ നിലകിട്ടാത്ത ജീവിത പ്രശ്നങ്ങളുണ്ട്. അവിടെയെല്ലാം അതിനേക്കാൾ ക്രൂഷ്യലായിട്ടുള്ള ടൈമിലാണ് ഈശോ ഈ വാക്ക് പറയണത്. അല്ല, ഈശോ മലമുകളിൽ നിന്നുകൊണ്ട് അവസാനത്തെ ജനക്കൂട്ടം വരുമ്പോൾ ആത്മനാ ദാരിദ്ര്യമുള്ള ഭാഗ്യവാന്മാർ, അവർ
ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. അങ്ങനെ പറയുന്നൊരു കാലാവസ്ഥ ആംബിയൻസ് അല്ല അവിടെ ഉള്ളത്. മറിച്ച് പിടിവിട്ട് പോയിരിക്കുക, നിലയില്ലാതെ പോയിരിക്കുമ്പോൾ പറയണ പ്രഖ്യാപനമാണ്. എന്താണ്? ഈ അവസ്ഥയിൽ അങ്ങയുടെ വചനമാണല്ലോ സത്യം. ഈ അവസ്ഥയിൽ, അതായത് ജീവിതത്തിൻ്റെ ദുരിത അവസ്ഥകളിൽ, കൈവിട്ടു പോകുന്ന നിലയില്ലാത്ത അവസ്ഥകളിൽ വചനമാണ് നമ്മുടെ മുമ്പിൽ സത്യമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വചനം പാലിച്ച് ജീവിക്കുക വഴി നമ്മൾ മത്തായി 7:25 പ്രവേശിക്കുകയാണ്. എന്താണ്? മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി. 7:27 അത് ഭവനത്തിൽ ആഞ്ഞിരച്ചു, അത് വീണില്ല. കാര്യം എന്താണ്? അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഉടമ്പടി ഉറപ്പിക്കണത് ഇങ്ങനെയാണ്. വചനം എന്തെല്ലാം വിഷയങ്ങൾ ചെയ്തത് അങ്ങനെയാണ്, സുമറാണി ചെയ്തത് അതാണ്. എന്താണ്? അവരാ വചനത്തിൽ തന്നെ വേരൂന്നി അതിന് പ്രേക്ഷിതരായി വചന പാദസേവ ചെയ്ത് അതിന് ജീവിതസാക്ഷ്യം നൽകി വചനത്തെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അത് എല്ലാ കാലഘട്ടങ്ങളിലും പ്രാർത്ഥന, പ്രയോഗം, പ്രഖ്യാപനങ്ങളുടെ ഉടമ്പടി അങ്ങനെ ജീവിച്ചവരാണ് അശ്വതിയും അതുപോലെ തന്നെ സുമറാണിയും. അവർക്ക് നമുക്ക് മുമ്പിൽ വരുന്ന സാക്ഷ്യങ്ങൾ ഇതുപോലെ ഉടമ്പടി ജീവിച്ചവരുടെ സാക്ഷ്യമാണ്. ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാൽ സുമറാണി പറയും, ഉടമ്പടി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ ഉടമ്പടി എന്താണ്? ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. എന്താണ് അശ്വതി എന്താ പറയണത്? വചനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകൾ, അതല്ല സത്യം. ഞാൻ അങ്ങനെ ധരിച്ചിരുന്നു, പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവല്ല, ഞാൻ എന്തായിരിക്കുന്നുവോ 1 കൊരിന്ത്യർ 15:10 അത് കർത്താവിൻ്റെ കൃപയാണ്. ഞാൻ അധ്വാനിച്ചത് ഞാൻ ആ കൃപയാൽ അധ്വാനിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രതിരോധങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ദൈവിക നടപടിക്രമമാണ് ഉടമ്പടിയെങ്കിൽ ആ ഉടമ്പടി ഉറച്ചു നിൽക്കാൻ വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ അച്ഛനെ മിക്സ് ചെയ്തായിരിക്കും പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഓരോരോ വിഷയങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നൽകുന്ന അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ ജോലി പ്രാർത്ഥിക്കും, ചിലപ്പോൾ രോഗങ്ങൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ ജീവിത പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ നിങ്ങൾക്കൊരു എത്തിപ്പിടിയും കിട്ടാത്തൊരു ജീവിതാവസ്ഥയിൽ നിങ്ങൾ മുങ്ങിപ്പൊങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള വിശ്വാസം വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് ദൈവം ഈ സമയത്ത് നമ്മളെ ദൈവം ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് കൊണ്ടുവന്നതെന്ന് നമുക്കൊരു ബോധം ഉണ്ടാകണം. നിങ്ങൾ തനിയെ വന്നാണെന്ന് വിചാരിക്കരുത്. വീഡിയോ തനിയെ വരാൻ പറ്റിയൊരവസ്ഥ അല്ല ഇത്. വളരെ മോശപ്പെടുത്തിയൊരവസ്ഥയിൽ നിങ്ങൾ വരുമ്പോൾ തനിയെ വന്നതല്ല, ദൈവം നിങ്ങളെ തളർന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നതാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ക്ലേശകാലത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറേ എന്നെ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഇവിടെ ഒരു അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതികൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ,
ആസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കർത്താവിന്റെ തിരുമുൻപാടുന്ന വലതുകരം, കർത്താവിന്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ. കർത്താവിന്റെ തിരുമുൻപാടുന്ന വലതുകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥിക്കുക. കർത്താവിനെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ പതിക്കട്ടെ. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മെരുവേറ്റവരെ, ഞങ്ങൾക്ക് വേണ്ടി മുക്കടം ചൂടിയവരെ, നിന്റെ വിശുദ്ധമായ രക്തം അതുപോലെ പെയ്യട്ടെ. ഈശോ, ഈശോ, നിന്റെ വിശുദ്ധമായ രക്തം അതുപോലെ പെയ്യട്ടെ. ഈശോ, നിന്റെ വിശുദ്ധമായ രക്തം അതുപോലെ പെയ്യട്ടെ. സന്ധി ബന്ധങ്ങളില് കർത്താവിന്റെ രക്തം പടരട്ടെ. സന്ധി ബന്ധങ്ങളില് കർത്താവിന്റെ രക്തം പടരട്ടെ. മാംസപേശികളില് കർത്താവിന്റെ രക്തം പടരട്ടെ. രക്തകോശങ്ങളില് കർത്താവിന്റെ രക്തം പടരട്ടെ. സിസ്റ്റുകള്, സിസ്റ്റുകള്, ബ്ലോക്കുകള്, എപ്പിലെപ്സി രോഗങ്ങള്, ഫിസ്റ്റുല രോഗങ്ങള്, PCOD രോഗങ്ങള്, ഉദര രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, മെനിഞ്ചൈറ്റിസ് രോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, പാങ്ക്രിയാസ് രോഗങ്ങള്, അടിവലി രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, വാതരോഗങ്ങള്, അടിമുതല് ഉച്ചമുതല് 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 ഉള്ളങ്കാൽ വരെ ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ 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 രക്തം പടരട്ടെ, രക്തം പടരട്ടെ. അടിപ്പടർ പോലെ, അടിപ്പടർ പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കൊഴുകട്ടെ. ആരാധന, ആരാധനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ.